കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആൻഡ് വാല്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കഷനിൽ വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ പ്രിൻസിപ്പിൾ എന്താന്ന് പറഞ്ഞു. പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിയം എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. അതിന്റെ മീനിങ് ബേസിസ് എന്നാണ്. ബേസിസ് എന്ന മീനിങ് കൂടാതെ എ സർട്ടൻ ഡിസീസസ്, എ റൂൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ, പ്രൈമറി ഐഡിയ തുടങ്ങിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്ങുകൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിന് അഥവാ പ്രിൻസിപ്പിയം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിന് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡ് ഗൈഡ് ലൈൻ ആണ് ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ കണ്ടക്ട് ഓഫ് വാരിയസ് ആക്ടിവിറ്റീസ്. പലതരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ കണ്ടക്ട് ചെയ്യുന്നതിനുള്ള ഒരു ബ്രോഡായിട്ടുള്ള ഗൈഡ് ലൈൻ ആണ്, വളരെ വിശാലമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു. ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ മേ ബി കൺസിഡേർഡ് ആസ് ദ ബ്രോഡ് ഗൈഡ് ലൈൻ ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റി ദ കണ്ടക്ട് ഓഫ് വാരിയസ് ആക്ടിവിറ്റീസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഗൈഡ് ലൈനുകളാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. പിന്നെ പ്രൊഫസർ ഡി ജി കാർവേ എന്നവര് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്തത് വേ ആണ്. അതൊരു വേ ആണെന്ന് പറഞ്ഞത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒരു വേ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള വേ ആണ്? വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ്. കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസുകൾ കണ്ടക്ട് ചെയ്യുന്നതിനുള്ള ഓർഗനൈസ് ചെയ്യുന്നതിനുള്ള ഒരു വേ ആണ്, ഒരു മാർഗമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു വഴിയായിട്ടാണ്, ഒരു മാർഗമായിട്ടാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ പ്രൊഫസർ ഡി ജി കാർവേ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞത്. ജോർജ് ഡാവിഡോണിക് എന്ന് പറയുന്ന വ്യക്തി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞത് അത് സെറ്റ് ഓഫ് റൂളാണ്, ഒരു കൂട്ടം റൂളുകളാണ്. ആ റൂൾ എന്താ ചെയ്യുന്നത്? വിച്ച് ഗവേൺ ദ ലൈഫ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ ലൈഫിനെ അതേപോലെ തന്നെ അവിടുത്തെ ആക്ടിവിറ്റീസുകളെ ഗവേൺ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം റൂൾസുകളാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ജോർജ് ഡാവിഡോണിക് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞാണ്. ICA കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ 1966 അവരുടെ ഡെഫിനിഷൻ എങ്ങനെയായിരുന്നു? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടീസസുകളാണ് വിച്ച് ആർ എസെൻഷ്യൽ, അത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള പ്രാക്ടീസുകളാണ്. അബ്സല്യൂട്ട്ലി ഇൻഡിസ്പെൻസിബിൾ, ഒരിക്കൽ പോലും വേർതിരിക്കാൻ പറ്റാത്ത, ഒഴിവാക്കാൻ പറ്റാത്ത എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് പ്രാക്ടീസസുകളാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ദ അച്ചീവ്മെന്റ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് പർപ്പസ്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് പർപ്പസിന്റെ ലക്ഷ്യത്തെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള പ്രാക്ടീസസുകളെയാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 4 സ്റ്റേജുകളിലൂടെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 4 സ്റ്റേജസുകളിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ സ്റ്റേജ് ഏതായിരുന്നു ബൈജു? ആദ്യത്തെ സ്റ്റേജ് ഏതായിരുന്നു? റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ 1844. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ ആയിരുന്നു 1844. രണ്ടാമത്തെ സ്റ്റേജ് ഏതായിരുന്നു ജാസ്മിൻ? ICA പ്രിൻസിപ്പിൾസ് 1937. 1937 ICA പ്രിൻസിപ്പിൾ ആയിരുന്നു. മൂന്നാമത്തെ സ്റ്റേജ് ഏതായിരുന്നു സുജി? കാർവേ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ 1966 പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നു. റീഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്നറിയപ്പെടുന്ന കാർവേ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ 1966 ആണ് മൂന്നാമത്തെ സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജ്, ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് 1995 ICAയുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം. ഇനി ഇന്നിന്റെ ക്ലാസ്സിലേക്ക് നമ്മൾ വന്നാൽ, ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ, എൻട്രി ചെയ്യുമ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ ഫസ്റ്റ് സ്റ്റേജ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റിയുടെ അഥവാ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. 1844 റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്.
കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, നോട്ട് എഴുതുക. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 4 സ്റ്റേജുകളിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. 4 സ്റ്റേജസ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ ആണ്. 1844 റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ 1844 റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്നറിയോ നിങ്ങൾ? 1844 ഡിസംബർ 21 1844 ഡിസംബർ 21 1844 ഡിസംബർ 21 ഇംഗ്ലണ്ടില് UK-യില് അതല്ലെങ്കിൽ ലണ്ടനിൽ, ഈ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിക്കാം. ഇംഗ്ലണ്ടിൽ എന്ന് പറയാം, അതല്ലെങ്കിൽ UK എന്ന് പറയാം, അതല്ലെങ്കിൽ ലണ്ടൻ എന്ന് പറയാം. ഈ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ചബിളി ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ 1844 ഡിസംബർ 21 ഇംഗ്ലണ്ടില് 28 വീവേഴ്സ് കൂടി ചേർന്ന്, 28 നെയ്ത്തുകാർ കൂടി ചേർന്ന് ഓരോ പൗണ്ട് വീതം എടുത്ത്, 28 പൗണ്ടുകൾ വീതം എടുത്ത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചു. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി ലോകത്തിൽ തന്നെ വിജയകരമായ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് എണ്ണപ്പെടുന്നത് 1844 ഡിസംബർ 21 ഇംഗ്ലണ്ട് എന്ന് പറയുന്ന നാട്ടില്, യുകെയില് ലണ്ടനിൽ വെച്ച് നടന്ന ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് വേൾഡിൽ തന്നെ ആദ്യത്തെ വിജയകരമായ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേഷന്റെ ബർത്ത് പ്ലേസ്, ജന്മനാട് എന്ന് പറയുന്നത്, കോപ്പറേഷന്റെ ജന്മനാട് എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ആണ് എന്ന് പറയാനുള്ളൊരു കാരണം 1844 1844 റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റിയാണ്. 28 വ്യൂവേഴ്സ് കൂടി ചേർന്ന് ഓരോ പൗണ്ടുകൾ വീതം എടുത്തിട്ടാണ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആദ്യമായിട്ട് രൂപീകരിക്കുന്നത്. ലോകത്ത് തന്നെ ആദ്യമായിട്ട് വിജയിച്ച, സക്സസ്ഫുൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റിയാണ് ആദ്യമായി ലോകത്ത് വിജയിച്ച കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റിന് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കൊണ്ടുവരാനുള്ള അവകാശവും അതിനുള്ള എല്ലാ പ്രയോറിറ്റിയും ഉള്ളത് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റിക്ക് തന്നെയാണ്. 1860 അവരുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുമ്പോൾ, 1860 അവരുടെ ആനുവൽ ജനറൽ ബോഡി നടക്കുമ്പോൾ, ആരുടെ ആനുവൽ ജനറൽ ബോഡി നടക്കുമ്പോ 1860 റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുമ്പോൾ അവര് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, അവര് പ്രൊക്ലൈം ചെയ്തു എന്ന് പറയാം, അവർ അവകാശവാദം ഉന്നയിച്ചു. ഞങ്ങളുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന 7 പ്രിൻസിപ്പിൾസ് ആണ്. 1844 ഡിസംബർ 21 ഇംഗ്ലണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത്, UK-യില് ലണ്ടനിൽ രൂപം കൊണ്ട ആദ്യത്തെ ലോകത്ത് തന്നെ വിജയകരമായ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിനു മുമ്പ് വേറെയും കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. 1844 ഡിസംബർ 21 ലോകത്ത് ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള അവകാശവാദമൊന്നും നമുക്കില്ല. അതിനു മുമ്പും വേറെയും കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കപ്പെട്ടതായിട്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. 1844 ഡിസംബർ 21 ഇംഗ്ലണ്ട് ആസ്ഥാനമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടില് അതല്ലെങ്കിൽ ലണ്ടനിൽ, UK-യില്, ഇതൊക്കെ ഇന്റർചേഞ്ചബിളി പറയാൻ പറ്റുന്നതാണ് കേട്ടോ. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് ആൻസർ പറയാം, UK ആൻസർ പറയാം, ലണ്ടൻ ആൻസർ പറയാം. നീ എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ ഞാൻ ഇംഗ്ലണ്ട് പോവാന്ന് പറയാം, UK പോവാന്ന് പറയുന്ന ആളുകളുണ്ട്. അതെല്ലാം ഞാൻ പോകുന്നത് ലണ്ടനിലേക്കാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ശരിക്കും ഇംഗ്ലണ്ടിന്റെ UK-യുടെ ക്യാപിറ്റൽ ആണ് ലണ്ടൻ എന്ന് പറയുന്നത്. എനിവേ എന്തോ ആവട്ടെ,
അതൊക്കെ ഇന്റർചേഞ്ചബിളി ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞതാണ് കേട്ടോ. അതിന്റെ പ്രായോഗിക തലം എന്ന് പറയുമ്പോൾ എപ്പോഴും ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. പിന്നെ എക്സാം പേപ്പറിൽ ഇംഗ്ലണ്ട് കാണാനില്ല, പകരം UK ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, അത് UK എന്നുള്ള ഓപ്ഷൻസിൽ തന്നെ പോവാം. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് വേൾഡിൽ ആദ്യമായിട്ട് രൂപീകരിക്കുന്നത്. അതായത് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനേഴ്സ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു. ഈ കൺസ്യൂമർ സൊസൈറ്റിയാണ് വേൾഡിലെ ആദ്യത്തെ വിജയകരമായ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇവരാണ് അവരുടെ 1860 അവരുടെ ആനുവൽ ജനറൽ ബോഡി നടക്കുമ്പോൾ, എല്ലാ വർഷവും ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്. എല്ലാ വർഷവും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നിർബന്ധമായിട്ടും ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തണം. അങ്ങനെ 1860 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുമ്പോൾ അവര് ലോകത്തോടായിട്ട് പ്രൊക്ലൈം ചെയ്തു, അവർ അവകാശവാദം ഉന്നയിച്ചു, ഇനി പറയാൻ പോകുന്ന 7 പ്രിൻസിപ്പിൾസ് അത് ഞങ്ങളെ പ്രിൻസിപ്പിൾ ആണ്. അഥവാ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനേഴ്സ് സൊസൈറ്റിയുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് ഇനി ഞങ്ങൾ പറയാൻ പോകുന്ന ഈ 7 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു ആ 7 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? ഓപ്പൺ മെമ്പർഷിപ്പ്. ഓപ്പൺ മെമ്പർഷിപ്പ് ഒന്നാമത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓപ്പൺ മെമ്പർഷിപ്പ് ആണ്. ഓപ്പൺ മെമ്പർഷിപ്പ് ഒന്നാമത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനേഴ്സ് സൊസൈറ്റിയുടെ 1844 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിലെ ആദ്യത്തെ സ്റ്റേജ് 7 പ്രിൻസിപ്പിൾസ് ആണ് ആദ്യത്തെ സ്റ്റേജിലുള്ളത്. ഈ 7 പ്രിൻസിപ്പിൾസിനകത്ത് ഒന്നാമത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓപ്പൺ മെമ്പർഷിപ്പ് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഇന്ന് നമ്മൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ സാധാരണ പറയാറുള്ളത് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് എന്നുള്ളതാണ്. പക്ഷേ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിൽ ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് അങ്ങനെ തന്നെ പറയണം, അതല്ലാതെ പ്രിൻസിപ്പിൾസ് നിങ്ങൾ മിക്സ് ചെയ്യരുത്. 1844 റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനേഴ്സ് സൊസൈറ്റിയുടെ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് 7 പ്രിൻസിപ്പിൾസ് ആണ്. അത് ഞാൻ ഇനി പറയാൻ പോകുന്ന പ്രിൻസിപ്പിൾസ് ആണ്. ആ പ്രിൻസിപ്പിൾസ് നിങ്ങൾ അതേപോലെ പഠിക്കണം. സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ 1937 നമ്മൾ പുതിയ പ്രിൻസിപ്പിൾസ് പറയും. ആ പ്രിൻസിപ്പിൾസിന് അതേ രീതി തന്നെ പഠിക്കണം. കാർവേ പ്രിൻസിപ്പിൾസ് പറയുമ്പോൾ അതല്ലെങ്കിൽ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് പറയുമ്പോൾ ആ രീതിയിൽ പറയണം. അതിന് വേറെ പ്രിൻസിപ്പിൾ ആണ്. അതിൽ ഇത്രണ്ണില്ല, ഏണില്ല, 7 പ്രിൻസിപ്പിൾ അവിടെ ഇല്ല. അപ്പൊ അവിടുത്തെ എണ്ണം അതനുസരിച്ച് പറയണം. ഫൈനലി 4th സ്റ്റേജ് അഥവാ ഫൈനൽ സ്റ്റേജിൽ ICAയുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അവിടെ നമ്മൾ പറയാറുള്ളത് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് അല്ലെ. തുടങ്ങുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പറയാം, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ഇങ്ങനെയാണ് പറയാം. ആ ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അവിടെ അഥവാ ഇന്നിന്റെ കാലയളവിൽ ഇന്നത്തെ സിറ്റുവേഷനിൽ ICAയുടെ 100ാം വാർഷികത്തിന്റെ അന്ന് പറഞ്ഞ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ അത് വേറെ പഠിക്കും. അത് എല്ലാം സെപ്പറേറ്റ് തന്നെ പഠിക്കണം. എന്ത് ചെയ്യാൻ പാടില്ല, അത് മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് 1844 റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനേഴ്സ് സൊസൈറ്റിയുടെ പ്രിൻസിപ്പിള് അതിലെ ഒന്നാമത്തത് ഓപ്പൺ മെമ്പർഷിപ്പ് എന്നുള്ളതാണ്. രണ്ടാമത്തത് ഡെമോക്രാറ്റിക് കൺട്രോൾ. രണ്ടാമത്തത് ഏതാണ്? ഡെമോക്രാറ്റിക് കൺട്രോൾ. മൂന്നാമത്തത് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. നാലാമത്തത് പേയ്മെന്റ് ഓഫ് പാട്രണേജ് ഡിവിഡൻഡ്. ഫസ്റ്റ് വൺ ഓപ്പൺ മെമ്പർഷിപ്പ്, 1 ഓപ്പൺ മെമ്പർഷിപ്പ്, 2 ഡെമോക്രാറ്റിക് കൺട്രോൾ, 3 ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, 4 പേയ്മെന്റ് ഓഫ് പാട്രണേജ് ഡിവിഡൻഡ്, 5 ക്യാഷ് ട്രേഡ്, 6 പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. 7th one പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. 6 പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, 7 പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. വൺസ് മോർ, ഒന്നും കൂടെ. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പേയ്മെന്റ് ഓഫ് പാട്രണേജ് ഡിവിഡൻഡ്, 5th one ക്യാഷ് ട്രേഡ്, 6 പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, 7 പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഇതിങ്ങനെ തന്നെ പഠിക്കണം.
ഇതാണ് ബൈഹാർട്ട് സ്റ്റഡി. ഇവിടെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബൈഹാർട്ട് സ്റ്റഡിയാണ്. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, 3 ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, 4 പേയ്മെന്റ് ഓഫ് പാട്രണേജ് ഡിവിഡൻഡ്, 5 ക്യാഷ് ട്രേഡ്, 6 പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, 7 പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റിയുടെ 1844 ഡിസംബർ 21 ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് രൂപീകരിക്കുകയാണ്. 28 വ്യൂവേഴ്സ് കൂടി ചേർന്ന് 28 പൗണ്ടുകൾ വീതം എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി. ആ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി അവരുടെ 1860 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രിൻസിപ്പിൾസ്, അവരുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ അവകാശവാദം ഉന്നയിക്കുന്നത്, പ്രൊക്ലൈം ചെയ്യുന്നത്. അവരുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ അവർ പ്രൊക്ലൈം ചെയ്തത് 7 പ്രിൻസിപ്പിൾസിലാണ്. ആ 7 പ്രിൻസിപ്പിൾസ് ആണ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പേയ്മെന്റ് ഓഫ് പാട്രണേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഇതിന്റെ ഒരു പ്രശ്നം എന്താ പറയുക, നിങ്ങൾ ഈ 7 പ്രിൻസിപ്പിളും ഇതേ ഓർഡറിൽ പഠിക്കണം. ഓപ്പൺ മെമ്പർഷിപ്പ് 1 ഓപ്പൺ മെമ്പർഷിപ്പ്, 2 ഡെമോക്രാറ്റിക് കൺട്രോൾ, 3 ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, 4 പേയ്മെന്റ് ഓഫ് പാട്രണേജ് ഡിവിഡൻഡ്, 5 ക്യാഷ് ട്രേഡ്, 6 പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, 7 പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇത് ഇതേ രീതിയിൽ തന്നെ പഠിക്കണം. ഇത് എന്ത് ചെയ്യാൻ പറ്റൂല, ആദ്യം പോയിട്ട് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പിന്നെ പോയിട്ട് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, പിന്നെ പോയിട്ട് ക്യാഷ് ട്രേഡ്, പിന്നെ എന്താ പറയാ ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മാനേജ്, അങ്ങനെ ഇടകലർത്തി പറയാൻ പറ്റൂല. ഇത് ഈ ഓർഡർ തന്നെ പഠിക്കണം. അത് ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഒരു പ്രശ്നമാണ്. ചിലപ്പോൾ ചോദിക്കുക റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിൽ 5ാമത്തെ പ്രിൻസിപ്പിൾ ഏതാണെന്നൊക്കെ. അപ്പൊ അത് ക്യാഷ് ട്രേഡ് തന്നെ പറഞ്ഞോണം. 6ാമത്തെ പ്രിൻസിപ്പിൾ ഏതാന്ന് ചോദിച്ചാൽ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ആണ്, അത് അങ്ങനെ തന്നെ പറയണം. 1ാമത്തത് ഏതാന്ന് വെച്ചാൽ ഓപ്പൺ മെമ്പർഷിപ്പ്. ചിലപ്പോൾ പണ്ടാറടക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസിൽ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റിയുടെ പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ എ ഓപ്പൺ മെമ്പർഷിപ്പ്, ഓപ്ഷൻ ബി ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഓപ്ഷൻ സി ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, ഓപ്ഷൻ ഡി ജസ്റ്റ് മെമ്പർഷിപ്പ്. അത് മാത്രം ഇടും. അത് അങ്ങനെ തന്നെ പഠിക്കണം, ഓപ്പൺ മെമ്പർഷിപ്പ്. ഇതിന്റെ പ്രശ്നം ഇതാണ്, ക്വസ്റ്റ്യൻ ഇടുന്നവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ക്വസ്റ്റ്യനിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ക്വസ്റ്റ്യൻ ഇടുന്നവൻ എന്ത് വിചാരിക്കണില്ല, പാവം പിടിച്ച കുട്ടികളല്ലേ, ഒരു പരീക്ഷ എഴുതിക്കോട്ടെ, ഒരു പാസ്സായിക്കോട്ടെ, ഒരു റാങ്ക് ലിസ്റ്റിൽ വരട്ടെ, ഒരു ജോലി കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരൊറ്റെണ്ണം ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ ഇടുന്ന, ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയെടുക്കുന്ന ക്വസ്റ്റ്യനെയർ ആയിട്ടുള്ള ആൾക്ക് അവരുദ്ദേശിക്കുന്നത് എങ്ങനെ മാക്സിമം ആളുകളെ നിന്ന് ഔട്ടാക്കുക എന്നുള്ളതാണ്. അതിന് പോലൊരു റീസണും കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും എന്നാൽ കഴിയുന്ന വിധം ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് അവിടെ ശ്രദ്ധിച്ചിട്ടോ, ഇത് ഇങ്ങനെ പഠിക്കട്ടോ, അത് അങ്ങനെ പഠിക്കട്ടോ. ഇത് എന്തിനെങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ എക്സാം ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം. 1 ഓപ്പൺ മെമ്പർഷിപ്പ്, 2 ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, 3ാമത്തത് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, 4 പേയ്മെന്റ് ഓഫ് പാട്രണേജ് ഡിവിഡൻഡ്, 5 ക്യാഷ് ട്രേഡ്, 6 പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, 7th one പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഇതിങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ടാവും. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പേയ്മെന്റ് ഓഫ് പാട്രണേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഏറ്റവും നല്ലത് നമ്പർ പറഞ്ഞ് പഠിക്കാനുള്ളത് 1 ഓപ്പൺ മെമ്പർഷിപ്പ്, 2 ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, 3 ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, 4 പേയ്മെന്റ് ഓഫ് പാട്രണേജ് ഡിവിഡൻഡ്, 5 ക്യാഷ് ട്രേഡ്, 6 പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, ദെൻ 7th one പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഇതാ ഓർഡറിൽ അങ്ങനെ പറയണ നല്ലത്.
അതൊരിക്കലും എന്ത് പറയുന്നത് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പേയ്മെന്റ് ഓഫ് പാട്രണേജ് ഡിവിഡന്റ്, ക്യാഷ് ട്രേഡ് ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഓപ്പൺ മെമ്പർഷിപ്പ് അങ്ങനെ പഠിച്ചു പോയത്. അങ്ങനെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഇത് തെറ്റും. എണ്ണം ചോദിച്ചിട്ടാണ് പലപ്പോഴും ചോദിക്കുക. ഒന്നാമത്തത് ഏതാ, രണ്ടാമത്തത് ഏതാന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ അത് ആൻസർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിങ്ങനെ പഠിക്കണം. ഇതിങ്ങനെ പഠിച്ച വേറെ കുറച്ച് മെച്ചങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത ടോപ്പിക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ആ ആ അത് നന്നായി. ഇവിടേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ എഫക്റ്റ് ആവും. ഇപ്പം ഇങ്ങനെ പഠിച്ച ഏറ്റവും നല്ലത്. കാരണം അടുത്ത പ്രിൻസിപ്പിൾ പറയുമ്പോൾ കുറച്ച് ഇതിന്റെ ഇതേ സംഭവം തന്നെയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നുള്ളൂ, വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മാറ്റമുള്ളൂ. അപ്പൊ എന്തോ ആവട്ടെ, 1844 റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി. ഈ 1844 1844 എന്ന് വരുമ്പോ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് 1848 1848 എന്തായിരുന്നു സംഭവം? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ബുക്ക് റിട്ടേൺ ചെയ്തത് 1848 അല്ലെ? യെസ്, ഓക്കെ, ഗുഡ്. ആരൊക്കെയാണ് അത് എഴുതിയത്? കാറൽ മാർക്സും കാരൽ മാർക്സ് എംഗൽസ് ആണ് അത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഡൺ. യെസ്, ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആൻസർ അറിയാമെങ്കിൽ കുഴപ്പമില്ല, സന്തോഷം. ആൻസർ അറിയില്ലെങ്കിൽ യു ആർ ഇൻ ഡേഞ്ചർ സോണിലാണ്. അടുത്ത വീക്കിൽ മിക്കവാറും എലിമിനേഷൻ റൗണ്ട് കയറേണ്ടി വരും. അപ്പൊ നോക്ക്, അപ്പൊ ഈ പ്രിൻസിപ്പിൾ ഇതേപോലെ തന്നെ പഠിച്ചു പറഞ്ഞു. 1844 ഡിസംബർ 21 ഇംഗ്ലണ്ടില്, UK ലണ്ടനില് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചു. 28 വ്യൂവേഴ്സ് കൂടി ചേർന്ന് 28 പൗണ്ടുകൾ വീതം എടുത്തിട്ടാണ് ആ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ഫോറിൻ കോർപ്പറേഷനിൽ പഠിക്കാണ്ട്, അവിടെ വെച്ച് നമ്മൾ ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യും. ദെൻ അവരുടെ 1860 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ വെച്ചിട്ട് അവരെന്ത് ചെയ്തു, അവര് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അനൗൺസ് ചെയ്തു. ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആയിരുന്നു. അതിലൊന്ന് ഓപ്പൺ മെമ്പർഷിപ്പ് എന്നുള്ളതായിരുന്നു. 2 ഡെമോക്രാറ്റിക് കൺട്രോൾ ആയിരുന്നു. 3 ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ആയിരുന്നു. 4 പേയ്മെന്റ് ഓഫ് പാട്രണേജ് ഡിവിഡന്റ് ആയിരുന്നു. 5 ക്യാഷ് ട്രേഡ് ആയിരുന്നു. 6 പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ആയിരുന്നു. 7th വൺ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു. ആരൊക്കെ അവിടെ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാര്? ആരെ പഠിഞ്ഞ ആൾക്കാർ പറഞ്ഞോളി. യെസ്, പറഞ്ഞോളൂ. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, 3 ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർസ്, 4 പേയ്മെന്റ് ഓഫ് പാർട്ട്നേജ് ഡിവിഡന്റ്, 5 ക്യാഷ് ട്രേഡ്, 6 പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, 7 പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. സബിതയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ചാച്ചൻ, അമ്മ, സോറി, ഇപ്പൊ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ എന്റെ കെട്ടിയോൻ, അപ്പൻ, പപ്പ, മമ്മി. ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞതോ? ആദ്യം എന്റെ വീട്ടില് ചാച്ചൻ, അമ്മ. അപ്പൊ എങ്ങനെ ടൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം അല്ലെ? സന്തോഷം. അതെ അതെ, വളരെ സന്തോഷം. അത് കേൾക്കുമ്പോ എനിക്ക് തന്നെ ഒരു സന്തോഷമുണ്ട്. ഇനി ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞേ. ഓപ്പൺ മെമ്പർഷിപ്പ്, 1 ഓപ്പൺ മെമ്പർഷിപ്പ്, 2 ഡെമോക്രാറ്റിക് കൺട്രോള്, 3 പെട്ടെന്ന് പറയാം. ഒന്നുകൂടെ പറയാം. 1 ഓപ്പൺ മെമ്പർഷിപ്പ്. അതൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് പറഞ്ഞാൽ മതി. അടുത്ത ആളാരാ? വേറെ പറഞ്ഞോളി. വേറെ ആരാളെ പറഞ്ഞോളൂ. അടുത്ത ആരാ? സോണിയ. ആയിക്കോട്ടെ, സോണിയ പറഞ്ഞു. ഓക്കെ. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പേയ്മെന്റ് ഓഫ് പാട്രോണേജ് ഡിവിഡന്റ്, പേയ്മെന്റ് ഓഫ് പാട്രണേജ് ഡിവിഡന്റ് കേട്ടോ. PATRONAGE. ഓക്കെ, പേയ്മെന്റ് ഓഫ് പാട്രണേജ് ഡിവിഡന്റ്. ആയിക്കോട്ടെ, അടുത്ത് പറയും. ക്യാഷ് ട്രേഡ്, പിന്നെ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പിന്നെ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. സോണിയയുടെ വീട്ടിലായിരിക്കണ്ടേ? സോണിയ എന്റെ വീട്ടില് ഞാനും ഹസ്ബൻഡും. നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ? അപ്പൊ ഹാപ്പി ഫാമിലിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പുറത്തുനിന്നൊന്നുമില്ല. ഹസ്ബൻഡ് നമ്മൾ മാത്രം. കുട്ടികൾ എത്ര പേരുണ്ട്? കുട്ടികളില്ല. ശരി, എത്രയും പെട്ടെന്ന് കുട്ടികൾ ഉണ്ടാവട്ടെ. ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക് കുട്ടികൾ ഉണ്ടാവട്ടെ. ഈ ക്ലാസ് മീൻസ് ഈ ഒരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, കേരള ബാങ്കിന്റെ ക്ലാസ് കഴിയുമ്പോൾ
ഉണ്ടാവട്ടെ, കുഴപ്പമില്ല, വളരെ സന്തോഷം. ആ, എങ്ങനെ ഒന്നുമില്ല, അല്ല നാട്ടിലില്ല, ഹസ്ബൻഡ് നാട്ടിലില്ലേ? നാട്ടിലുണ്ട്. ആ നാട്ടിൽ. ഇനി ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റല്, പേയ്മെന്റ് ഓഫ് പാട്രോണജി കുഴപ്പമില്ല, അടുത്ത ഡിവിഡൻഡ്, ഉം. ക്യാഷ് ട്രേഡ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. നന്നായി ഉണ്ട് സോണിയ. ഓക്കെ ശരി, സമ്മതിച്ചു. ഓക്കെ റെഡി, ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു നന്നായിട്ടുണ്ട്. ഓക്കെ ഗുഡ്. അടുത്ത ആരാ പറയണ? ആ അനു പറഞ്ഞു. Open membership, democratic control, limited interest on capital, partner dividend, cash trade, political and religious neutrality, promotion of education. അനുവിന്റെ മോൻ എന്താ ചെയ്യുന്ന? Third standard, sir. തേർഡ് സ്റ്റാൻഡേർഡ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? Pattandanulla Memorial. അയ്യോ, ഓക്കെ ഓക്കെ. എത്ര എങ്ങനെ സ്കൂൾ ബസ്സൊക്കെ വരികയാണോ അതോ എങ്ങനെ പരിപാടി? വീട്ടിൽ നിന്ന് കൊണ്ടാക്കാനാണോ? അങ്ങനെ ബസ് വരും? അല്ല, സ്കൂൾ ബസ്. ആ സ്കൂൾ ബസ് വരും. അങ്ങനെ രാവിലെ കേട്ട് അങ്ങനെ അങ്ങനെ പോകും. മോൻ മാത്രമേ ഉള്ളൂ, വേറെ ആരെങ്കിലും? അച്ഛനും അമ്മയുണ്ട്. അച്ഛനും അമ്മയ്ക്ക് സുഖമായിട്ടിരിക്കണം. ആ ഓക്കെ, ഇനി ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഇട്ട് പറയാം. 1 ഓപ്പൺ മെമ്പർഷിപ്പ്, 2 ഡെമോക്രാറ്റിക് കൺട്രോൾ, 3 ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, 4 പേയ്മെന്റ് ഓഫ് ഓർഡിനറി ഡിവിഡൻഡ്, 5 ക്യാഷ് ട്രേഡ്, 6 പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, 7 പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. നോട്ട് നോക്കിയായിരുന്നു ഇല്ലല്ലോ? ഇല്ല, ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. വാ, ഓക്കെ ഗുഡ്, കുഴപ്പമില്ല. അടുത്ത ആളാരാ പറയണ? ടൈം 8:30 ആയിട്ടുള്ളൂ, അതുകൊണ്ട് ആരും പോവാൻ നിൽക്കില്ല. ഒരു മിനിറ്റ്, സമയം 8:30 ആയിട്ടുള്ളൂ. ഞാൻ എന്തായാലും അടുത്ത ക്ലാസ് എടുക്കും. ആരും പോവാൻ നിൽക്കണ്ട, ഞാൻ ക്ലാസ് എടുക്കും കേട്ടോ. തുടർന്ന് രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോകും. ഇനി ടൈം നോക്കിയിട്ട് ഈ കളിയാണെന്ന് വിചാരിച്ചിരിക്കണ്ട, ഈ ഗെയിം ഇപ്പം തീരും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നിർത്തും, അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. ഓക്കെ, എന്നാ നീ പറഞ്ഞു. ഷീബ പറഞ്ഞു. ഷീബ പറഞ്ഞു. യെസ് സർ. ഒന്നാമത്തെ ഓപ്പൺ മെമ്പർഷിപ്പ്, 2 ഡെമോക്രാറ്റിക് കൺട്രോള്, 3 ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, 4 പേയ്മെന്റ് ഓഫ് പാട്രോണേജ് ഡിവിഡൻഡ്, 5 ക്യാഷ് ട്രേഡ്, 6 പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, 7 പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ആയിവാ. ഓക്കെ, കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് ഒക്കെ ആയിട്ട് ട്രിപ്പൊക്കെ പോയി, കുഴപ്പമില്ല, വളരെ സന്തോഷമായി. ബീച്ചിലാണോ പോയത്? ആ സർ, പള്ളിക്കര ബീച്ച്. മോള് കൂടെ ഉണ്ടായിരുന്നോ? ആ മോളുണ്ടായിരുന്നു. +1 അഡ്മിഷൻ കിട്ടിയോ? ആ മോക്ക് +1 അഡ്മിഷൻ കിട്ടി. ഏതാ എടുത്തേ? +1 സയൻസ് ആണോ അതോ? സയൻസ് സർ. ആ സയൻസ് തന്നെ എടുത്തേ. ഓക്കെ, ഏതാണ് സയൻസിൽ ഏതാ ഓപ്ഷൻ ഏതാ എടുത്തേ? ഏതായിരുന്നു? ബോട്ടണി ആണോ? ബയോളജി. ആ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് എടുത്തത്. ഓക്കെ ശരി. മോൾക്ക് എന്താ നീറ്റ് എക്സാം ചെയ്താലുള്ള പരിപാടിയൊക്കെയാണ്? എന്താ പരിപാടി? എന്താണ്? 4 and 6 സയൻസിലോട്ടാണ് താല്പര്യം. 4 and 6 സയൻസിലേക്ക് ഉണ്ട്. അപ്പൊ നല്ല കാര്യം. ഓക്കെ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള അച്ഛനും അമ്മയൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് മോളെ ആഗ്രഹങ്ങളൊക്കെ അതനുസരിച്ച് നടക്കട്ടെ. നല്ല കാര്യം. ഇനി ഒന്ന് പറഞ്ഞേ ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. സർ, ഫസ്റ്റ് വൺ ഓപ്പൺ മെമ്പർഷിപ്പ്, 2 ഡെമോക്രാറ്റിക് കൺട്രോൾ, 3 ലിമിറ്റഡ് ഇൻഡസ്ട്രിയൽ ഷെയർ ക്യാപിറ്റൽ, 4 പേയ്മെന്റ് ഓഫ് പാട്രോണേജ് ഡിവിഡൻഡ്, 5 ക്യാഷ് ട്രേഡ്, 6 പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, 7 പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ആറാമത്തെ ഏതായിരുന്നു? പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. ഓക്കെ ശരി. സബിത മോളെ പറയ്, നേരത്തെ പറഞ്ഞ പെട്ടെന്ന്. സർ, 1 ഓപ്പൺ മെമ്പർഷിപ്പ്, 2 ഡെമോക്രാറ്റിക് കൺട്രോൾ, 3 ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, 4 പൊളിറ്റിക്കൽ റിലീജിയസ്. പോയി സബിത, നിന്നെ ഞാൻ മാനസികമായിട്ട് തളർത്തിയോ? ഇതൊരു ചെറിയ പരിപാടി മാത്രമേ. ഒന്നാമത്തെ സ്ട്രാറ്റജി എന്റെ നേരത്തെ ആയതുകൊണ്ട് ഇവർക്കല്ല അത് ടെക്നിക്ക് കൂടി ഞാൻ പോയി. അതെ കിട്ടിയത് നമുക്കാണ്. ഫസ്റ്റ് തന്നെ വാങ്ങിച്ചത് ഞാനായിരുന്നു. ഓക്കെ റെഡി. ബാക്കി അപ്പോഴേക്കും ബാക്കിയുള്ളവർക്ക് കിട്ടി. കുഴപ്പമില്ല, വേറെ സ്ട്രാറ്റജി നമ്മളെ മുമ്പിലുണ്ട്. കുഴപ്പമില്ല, പോട്ടെ. ശരി സബിത, പതുക്കെ കൂളായിട്ട്, സമയമുണ്ട്, ടൈം എടുത്തിട്ട് മതി. അത് കുഴപ്പമില്ല. അത് ചില ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എങ്ങോട്ടാ പോണേ, പിടിക്കാൻ പറ്റൂല എന്ന് കിട്ടും. ഓക്കെ, എനിവേ അങ്ങനെ എന്താ പോട്ടെ. അങ്ങനെ 1844 ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, പോവാൻ നിൽക്കണ്ട. 1844 ഡിസംബർ 21 റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് അഥവാ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി
രൂപീകരിക്കുകയും അങ്ങനെ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി അവരുടെ പ്രിൻസിപ്പിൾസ് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ 1895 ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA രൂപീകരിക്കപ്പെട്ടു. ICA ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വേൾഡിലെ എല്ലാ കോപ്പറേറ്റീവ്സിനും ഒന്നിച്ചിരിക്കാനുള്ള ഒരു അസുലഭ മുഹൂർത്തമാണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA എന്ന് പറയുന്ന വേൾഡ് കോപ്പറേറ്റീവ്സ്, വേൾഡ് പാർലമെന്റ് എന്ന് പറയും. കോപ്പറേറ്റീവ്സിന്റെ വേൾഡ് പാർലമെന്റ് ആണ്. പോട്ടെ, ICAയുടെ ചരിത്രത്തിലേക്കും ICAയുടെ ക്ലാസ്സിലേക്കും ഒക്കെ നമുക്ക് പിന്നീട് വരാം. ICA ആണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ICA ആണ്, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. അപ്പൊ നമുക്ക് അവിടെ വെച്ച് ചർച്ച ചെയ്യാം. എന്താവട്ടെ, 1895 ICA രൂപീകരിക്കപ്പെട്ടു. ICA 1895 രൂപീകരിക്കപ്പെട്ടു. അവിടെ പല രാജ്യക്കാരിങ്ങനെ നിരന്ന് നിൽക്കുകയാണ്, എല്ലാ ആളുകളും ഉണ്ട്. 1844 ഡിസംബർ 21 രൂപീകരിച്ച റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റിയുടെ ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പേയ്മെന്റ് ഓഫ് പാട്രണേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന 7th കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പുറത്തു വന്നപ്പോൾ വളരെ വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടായത്. കോപ്പറേറ്റീവ് മൂവ്മെന്റുകൾക്ക് വളരെയധികം ഉത്സാഹം ഉണ്ടായി. വളരെ 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 വലിയ രീതിയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യപ്പെട്ടു, ചർച്ച ചെയ്യപ്പെട്ടു. വളരെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായി. വളരെ വലിയ രീതിയിലുള്ള മുന്നേറ്റം സഹകരണ രംഗത്ത് ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ സഹകരണ രംഗത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അമേരിക്കയിൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സുകൾ ക്ലച്ച് പിടിച്ചു. അമേരിക്കയിലെ USA, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സുകൾ ക്ലച്ച് പിടിച്ചു. ചൈനയില് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് വന്നു. അമേരിക്കയില് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്, ചൈനയില് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്, ജപ്പാനില് ഫിഷറീസ് കോപ്പറേറ്റീവ്സ്, ഡെൻമാർക്കില് ഡയറി കോപ്പറേറ്റീവ്സ്. അമേരിക്കയില് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്, യുഎസ്എയില് എന്ത് ചെയ്തു, യുഎസ്എയില് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് വന്നു. ജപ്പാനിലെ ഫിഷറീസ് കോപ്പറേറ്റീവ്സ്, ചൈനയിലെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്, ഡെൻമാർക്കിലെ ഡയറി കോപ്പറേറ്റീവ്സ്, ഇറ്റലിയിലെ ലേബർ കോപ്പറേറ്റീവ്സ്, ഇറ്റലിയിലെ ലേബർ കോപ്പറേറ്റീവ്സ്, അമേരിക്കയിലെ മാർക്കറ്റിംഗ്, ചൈനയിലെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്, ഇറ്റലിയിലെ ലേബർ കോപ്പറേറ്റീവ്സ്, ജപ്പാനിലെ ഫിഷറീസ് കോപ്പറേറ്റീവ്സ്, ജർമ്മനിയിലെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്, USSR റഷ്യ, റഷ്യയില് കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റികൾ, ഇസ്രായേൽ കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റി, ഇംഗ്ലണ്ടില് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, ജർമ്മനിയിലെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്, ജപ്പാനിൽ അപ്പോഴേക്ക് ഫിഷറീസിന് പുറമെ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ജർമ്മനിയില് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിന് പുറമെ അർബൻ കോപ്പറേറ്റീവ്സുകൾ. ഇതൊക്കെ ഫെമിലിയർ ആവാൻ തുടങ്ങി, ഇതൊക്കെ വളരെയധികം വ്യാപിക്കാൻ തുടങ്ങി. പല രാജ്യങ്ങളിൽ പല രീതിയിൽ സഹകരണ മേഖല ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. USA, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയില് USAയില് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്, ചൈനയില് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്, ജപ്പാനിലെ ഫിഷറീസ് കോപ്പറേറ്റീവ്സ്, ജർമ്മനിയിലെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്, ഡെൻമാർക്കിലെ ഡയറി കോപ്പറേറ്റീവ്സ്, ഇംഗ്ലണ്ടിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, ജപ്പാനിലെ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ്സ്, ജർമ്മനിയിലെ അർബൻ കോപ്പറേറ്റീവ്സ്, ഡെൻമാർക്ക് ഡയറി കോപ്പറേറ്റീവ്സ് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കോപ്പറേറ്റീവ്സിന്റെ മൂവ്മെന്റ് ഇങ്ങനെ നടക്കുകയാണ്. വളരെ വലിയ രീതിയിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റുകൾ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ 1930 ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന്റെ വേൾഡ് കോപ്പറേറ്റീവ് കോൺഗ്രസ് വിയന്നയിൽ വെച്ച് നടക്കുകയാണ്. വിയന്നയിൽ വേൾഡ് കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നപ്പോൾ
1930 ICAയുടെ വിയന്നയിൽ വെച്ച് വേൾഡ് കോപ്പറേറ്റീവ് കോൺഗ്രസ് നടക്കുകയാണ്. ICAയുടെ ജനറൽ അസംബ്ലി നടക്കുകയാണ്. ICAയുടെ ജനറൽ അസംബ്ലിയിൽ വെച്ചിട്ട് ഒരാൾ എണീറ്റ് നിന്നിട്ട് ചോദിച്ചു, അല്ല ഇതിപ്പോ എങ്ങനെ ശരിയാവും? അമേരിക്കയില് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്, USA മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്, ചൈനയിൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്, ഇറ്റലിയിൽ ലേബർ കോപ്പറേറ്റീവ്സ്, ജപ്പാനിലെ ഫിഷറീസ് കോപ്പറേറ്റീവ്സ്, ഡെൻമാർക്കിലെ ഡയറി കോപ്പറേറ്റീവ്സ്, ഇംഗ്ലണ്ടിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, ജർമ്മനിയിലെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്, ഡെൻമാർക്കിലെ ഡയറി കോപ്പറേറ്റീവ്സ്, ജപ്പാനിലെ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ്സ്, അതുപോലെ തന്നെ ജർമ്മനിയിലെ അർബൻ കോപ്പറേറ്റീവ്സ്. നമ്മൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് 1844 റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റി രൂപീകരിച്ച 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിലാണ്. അന്ന് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോം ചെയ്യുമ്പോൾ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേൾഡിൽ ഇംഗ്ലണ്ടിൽ മാത്രമേ കോപ്പറേറ്റീവ്സ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും അത്ര വിജയകരമായ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ അതല്ലല്ലോ അവസ്ഥ. ഇങ്ങനെ പോയാൽ മതിയോ? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളൊക്കെ ഒന്ന് മാറ്റണ്ടേ? 1930 വിയന്ന കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ച്, ജനറൽ അസംബ്ലിയിൽ വെച്ച്, വേൾഡ് കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ച് ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടു. ഇത് ചർച്ചയായി. വളരെ 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 വലിയ രീതിയിലുള്ള ചർച്ച നടന്നു. അങ്ങനെ ചർച്ച നടന്ന സമയത്ത് ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ച കൊടുമ്പരിയുള്ളതാണ്. അങ്ങനെ ICAയുടെ വിയന്ന കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ച് ഒരു സെൻട്രൽ കമ്മിറ്റിയെ, ICA സെൻട്രൽ കമ്മിറ്റി രൂപീകരിച്ചു. ICAയുടെ സെൻട്രൽ കമ്മിറ്റി രൂപീകരിച്ചിട്ട് അവർക്ക് കൊടുത്ത ടാസ്ക് എന്തായിരുന്നു? റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റി മാറ്റേണ്ടതുണ്ടോ അതോ അതന്നെ ഫോളോ ചെയ്താൽ മതിയോ? 1930 വിയന്ന കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ച് ICA സെൻട്രൽ കമ്മിറ്റി രൂപീകരിച്ച് അന്നത്തെ മീറ്റിംഗ് അങ്ങനെ പിരിഞ്ഞു. അന്നങ്ങനെ കോപ്പറേറ്റീവ് കോൺഗ്രസ് പിരിഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, ഹരിത അമേരിക്കയിലെ ഏത് കോപ്പറേറ്റീവ് ആയിരുന്നു? ഹരിത മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്. ജപ്പാനിലെ ഏതായിരുന്നു നമ്മളെ? ഫിഷറീസ് ആണ്. മൾട്ടിപർപ്പസ് ഉണ്ട്. ലീന ഡെൻമാർക്കിൽ ഏതായിരുന്നു? ഡയറി കോപ്പറേറ്റീവ്സ് ആയിരുന്നു. ഇംഗ്ലണ്ടിൽ ഏതായിരുന്നു? അബേ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആയിരുന്നു. ചൈനയിൽ ഏതായിരുന്നു? അരുണ് ചൈനയിൽ ഏതായിരുന്നു? ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആയിരുന്നു. ജർമ്മനിയിൽ ഏതായിരുന്നു? നിധി ജർമ്മനിയിൽ ഏതായിരുന്നു? ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്. അർബൻ കോപ്പറേറ്റീവ്സ്. അപ്പോ ഇത്രമാത്രം കോപ്പറേറ്റീവ്സുകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? റഷ്യയിലും ഇസ്രായേലും ഏതായിരുന്നു അമ്മയ്യ? ഏതായിരുന്നു? കളക്റ്റീവ് ഫാമിംഗ്. കളക്റ്റീവ് ഫാമിംഗ്. അമ്മയെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. വേറെ ആരെങ്കിലും ക്യാൻസർ പറഞ്ഞിട്ട് ഓക്കെ ഗുഡ്. അമ്മയെ കുറെ നേരമായിട്ട് ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം, ഒന്നും പറയണില്ല. ഓക്കെ കുഴപ്പമില്ല പോട്ടെ. അപ്പോ അവിടെ കളക്റ്റീവ് ഫാമിംഗ് ആയിരുന്നു. അവരാശയം ഉന്നയിച്ച കറക്റ്റാണ്. കാരണം 1844 റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റി 7th കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അനൗൺസ് ചെയ്യുമ്പോൾ പോലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലോകത്ത് വിജയിച്ച കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയാന് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അരുൺ ബ്രോ ഏതൊക്കെയായിരുന്നു ആ 7th പ്രിൻസിപ്പിൾസ്? ഓപ്പൺ മെമ്പർഷിപ്പ് 1 ഓപ്പൺ മെമ്പർഷിപ്പ്, 2 ഡെമോക്രാറ്റിക് കൺട്രോള്, 3 ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പേയ്മെന്റ് ഓൺ പാട്രണാറ്റിക് ഡിവിഡൻഡ്, 5 ക്യാഷ് ട്രേഡ്, 6 പൊളിറ്റിക്കൽ റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ 7ാമത്തേത്. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. അങ്ങനെ 1930 വിയന്ന കോപ്പറേറ്റീവ് കോൺഗ്രസിൽ നിന്ന് ICAയുടെ സെൻട്രൽ കമ്മിറ്റി രൂപീകരിച്ച് ഈ ഒരു കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി പോയി. പിന്നീട് ICAയുടെ കോപ്പറേറ്റീവ് കോൺഗ്രസ് നടക്കുന്നത് 1934 1934
പിന്നീട് ഒരു കോപ്പറേറ്റീവ് കോൺഗ്രസ് നടക്കുന്നത് 1934 ലണ്ടനിൽ വെച്ചാണ്. പിന്നെ ICAയുടെ ഒരു കോപ്പറേറ്റീവ് കോൺഗ്രസ് നടക്കുന്നത്, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന്റെ ഒരു കോപ്പറേറ്റീവ് കോൺഗ്രസ് പിന്നീട് നടക്കുന്നത് ലണ്ടനിൽ വെച്ചാണ്. ലണ്ടനിൽ വെച്ചിട്ടാണ് 1934 ലണ്ടനിൽ വെച്ചിട്ടാണ് പിന്നീട് ഒരു കോപ്പറേറ്റീവ് കോൺഗ്രസ് നടക്കുന്നത്. അന്ന് ICA സെൻട്രൽ കമ്മിറ്റി എന്ത് ചെയ്തു? ഒരു പുതിയ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു. പുതിയ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ICAയുടെ സെൻട്രൽ കമ്മിറ്റി എന്ത് ചെയ്യാണ്? ഒരു പുതിയ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ഫോം ചെയ്തു 1934 ലണ്ടൻ കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ച്. ആ 1934 ലണ്ടൻ കോപ്പറേറ്റീവ് കോൺഗ്രസിൽ രൂപീകരിച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക്, സ്പെഷ്യൽ കമ്മിറ്റിക്ക് കൊടുത്ത ഡ്യൂട്ടി എന്തായിരുന്നു? 1844 റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റിയെ കുറിച്ച് പഠനം നടത്താൻ ICAയുടെ സെൻട്രൽ കമ്മിറ്റി എന്ത് ചെയ്യാണ്? ഒരു സ്പെഷ്യൽ കമ്മിറ്റിയെ, ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ 1934 ലണ്ടൻ കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ച് എന്ത് ചെയ്യാണ്? നിയോഗിക്കുകയാണ്, അപ്പോയിന്റ് ചെയ്യുകയാണ്. അങ്ങനെ 1934 സ്പെഷ്യൽ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ത് ചെയ്യാണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് സ്റ്റഡി നടത്തുകയാണ്. പഠനം നടത്തുക. അങ്ങനെ പഠനം നടത്തി അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോവാണ്. അങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോ അതവിടെ പറയാം.